ഇന്ന് വൈകുന്നേരത്തെ കറി തക്കാളി ചമ്മന്തിയാണ്. വേറെ കറികളൊന്നുമില്ല, തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടത് 2 തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി എടുത്തു, 2 പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി 3 ഇല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക് വേണം, ഉപ്പ്, പിന്നെ ഓയിലാണ് ഉണ്ടാക്കണേ. ഓയിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചെറിയ കുട്ടി പീസല്ലേ? ഇനി പച്ചമുളക് നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം. നീളത്തിലോ ഏത് ഷേപ്പിൽ വേണം. ഞാനിപ്പോൾ നീളത്തിലാണ് അരിയുന്നത്. നല്ല വിശപ്പില്ല, അതുകൊണ്ട് പെട്ടെന്ന് തക്കാളി ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. തക്കാളി ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് നമ്മുടെ പാത്രം വെച്ചു, നമ്മൾ പാൻ വെച്ചു. നമുക്കിനി ഓയിൽ ഒഴിക്കും. കുറച്ച് ഓയിൽ, കടുകിടുക, വളരെ കുറച്ച് കടുകിടുക. ആ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ പൊട്ടി തെറിക്കണോ വിട്ടുന്നോ? വിട്ടുന്നു. ആ 2 വെളുത്തുള്ളി, കറിവേപ്പില, നമ്മുടെ പച്ചമുളക് എടുത്തിട്ട് നമ്മളെ പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി പൊടികളൊക്കെ ഇട്ട് മുപ്പിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നമ്മുടെ തക്കാളി ഉപ്പിടാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. പക്ഷെ എനിക്ക് എണ്ണേൻ്റെ ആവശ്യമുണ്ട്. ബാക്കി എണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് റെഡിയാണ്. ടേസ്റ്റ് എന്താ നോക്കാം. കണ്ടില്ലേ തക്കാളി ചമ്മന്തി? മുമ്പടി അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ തക്കാളി ചമ്മന്തി റെഡിയാണ്. ഉണ്ടല്ലേ? നമുക്ക് ചോറിൻ്റെ കൂടെ, കഞ്ഞീൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് ഇത് കൂട്ടി തിന്നാം. അപ്പോൾ നമുക്കൊന്ന് തിന്നോക്കാം കേട്ടോ, എങ്ങനെയുണ്ട് ഇത് രസം. സംഭവം അടിപൊളിയാണല്ലോ. രസമുണ്ടോ? അടിപൊളിയല്ലേ? അപ്പോൾ ഇതാണ് ഞങ്ങളെ വൈകുന്നേരത്തെ തക്കാളി ചമ്മന്തി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.